ഹയോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷണൽ ആൽജിബ്ര ആൻഡ് ഓപ്പറേഷൻസ് ആണ്. സോ ഈ റിലേഷണൽ ആൽജിബ്ര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ് നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ള റിലേഷണൽ ആൽജിബ്ര ആൻഡ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ RDBMSനകത്ത് കുറേ ടേബിൾസ് ഉണ്ടാവും. അപ്പോൾ ആ ടേബിൾസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ രണ്ട് ടേബിളിനെ ജോയിൻ ചെയ്യിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, അവരെ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഓപ്പറേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എങ്ങനെയാണോ വേണ്ട അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഓപ്പറേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുള്ളത്. സോ റിലേഷണൽ ആൽജിബ്ര എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് പ്രൊസീജിയറൽ കൊറി ലാംഗ്വേജ്. ഇതൊരു പ്രൊസീജിയറൽ കൊറി ലാംഗ്വേജ് ആണ്. ഇറ്റ് കളക്ട് ഇൻസ്റ്റൻസ് ഓഫ് റിലേഷൻസ് ആസ് ഇൻപുട്ട് ആൻഡ് ഗീവ്സ് ഒക്കുറൻസസ് ഓഫ് റിലേഷൻ ആസ് ഔട്ട്പുട്ട്. ഇതിനകത്ത് നമ്മൾ റിലേഷൻസിനെ, അതായത് റിലേഷൻസ് എന്ന് നമ്മളുടെ RDBMSൻ്റെ കേസിൽ പറയുമ്പോൾ ടേബിൾസിനെ അതിന് ഇൻപുട്ടായിട്ട് കൊണ്ടുവരും. എന്നിട്ട് അതിനകത്തേക്ക് എന്തൊക്കെയോ ചില ഒക്കുറൻസ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഒക്കുറൻസ് എങ്ങനെയാണ് നോക്കിയിട്ട് അല്ലെങ്കിൽ എന്തൊരു സെറ്റ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടും. അതും റിലേഷൻസ് ആയിരിക്കും, അതായത് അതും ടേബിൾസ് ആയിരിക്കും. അതായത് ഇൻപുട്ടും ടേബിളാണ്, ഔട്ട്പുട്ടും ടേബിളാണ്. പക്ഷേ എന്താണോ നമ്മൾ അതിനകത്ത് ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ അതിനനുസരിച്ചുള്ള ചേഞ്ചസേ വരാനുള്ളൂ. ഇറ്റ് യൂസസ് വേരിയസ് ഓപ്പറേഷൻസ് ടു പെർഫോം ദിസ് ആക്ഷൻസ്. ഇത്തരം ആക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പല ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. റിലേഷണൽ ആൽജിബ്ര ഓപ്പറേഷൻസ് ആർ പെർഫോം റിക്കേഴ്സീവ്ലി ഓൺ റിലേഷൻസ്. അതായത് ഈ റിലേഷണൽ ആൽജിബ്ര റിക്കേഴ്സീവ് ആയിട്ടാണ് നമ്മുടെ റിലേഷനകത്ത് പെർഫോം ചെയ്യുന്നത്. ദ ഔട്ട്പുട്ട് ഓഫ് ദീസ് ഓപ്പറേഷൻ ഈസ് ന്യൂ റിലേഷൻ വിച്ച് മൈറ്റ് ബി ഫോം ഫ്രം വൺ ഓർ മോർ ഇൻപുട്ട് റിലേഷൻസ്. അതായത് ഇങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ടുകൾ, അതായത് ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ ഒന്നുകിൽ ഒറ്റ ടേബിളിനകത്ത് തന്നെ നടക്കുന്ന ഓപ്പറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ടേബിൾസ് കൊടുത്തിട്ട്, അതായത് രണ്ട് ടേബിളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ഓപ്പറേഷൻ ചെയ്യാം. അപ്പോൾ റിസൾട്ടായിട്ട് ചിലപ്പോൾ ഒരു ടേബിളേ കിട്ടുള്ളൂ. അങ്ങനത്തെ രീതിയിലൊക്കെ ഇതിനകത്ത് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 പറയുന്നുണ്ട് കേട്ടോ. ഇനി ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ഇൻ റിലേഷണൽ ആൽജിബ്ര. ഈ റിലേഷണൽ ആൽജിബ്രയിലുള്ള ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? സെലക്ഷൻ ഓപ്പറേറ്റർ, പ്രൊജക്ഷൻ ഓപ്പറേറ്റർ, യൂണിയൻ ഓപ്പറേറ്റർ, ഇൻ്റർസെക്ഷൻ ഓപ്പറേറ്റർ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആൻഡ് ജോയിൻ ഓപ്പറേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഈ സിഗ്നൽ സൈന് നിങ്ങൾ ശ്രദ്ധിക്കണം. സെലക്ഷൻ ഓപ്പറേറ്റർക്ക് എന്താണ് സിഗ്മ ഉണ്ട്, പ്രൊജക്ഷൻ ഓപ്പറേറ്റർക്ക് പൈ ഉണ്ട്, യൂണിയൻ ഓപ്പറേറ്റർക്ക് ഒരു യു പോലെ ഇട്ടിട്ടുണ്ട്, പിന്നെ ഇൻ്റർസെക്ഷൻ ഓപ്പറേറ്ററിൻ്റെ ഇങ്ങനെയാണ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന് ഒരു ക്രോസ് ആണ്, പിന്നെ ജോയിൻ ഓപ്പറേറ്റർക്കും അങ്ങനെ ഓരോന്നിനും ഓരോ സൈൻ ഉണ്ട്, സിമ്പിളുണ്ട്. ആ സിമ്പിൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം എക്സാമിന് ചിലപ്പോൾ 1 വേർഡിനൊക്കെ ഒരു പക്ഷേ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് സെലക്ഷൻ ഓപ്പറേറ്ററാണ്. ദ സെലക്ട് ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ഫോർ സെലക്ടിങ് എ സബ്സെറ്റ് ഓഫ് ദ ടപ്പിൾ അക്കോർഡിംഗ് ടു ഗിവൺ സെലക്ഷൻ കണ്ടീഷൻ. സെലക്ഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ റിലേഷൻസ്, അതായത് നമ്മളുടെ ടേബിൾ ഉണ്ടല്ലോ അതിനകത്തുള്ള ടപ്പിൾസിനെ, അതായത് സബ്സെറ്റായിട്ട് നമ്മളുടെ ടേബിളിനകത്തുള്ള ടപ്പിൾസ്, അതായത് ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ടപ്പിൾ? റോസിനെ, അതായത് നമ്മളുടെ ഒരു റോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരാളുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുമല്ലോ, അത്തരം റോസിനെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. അതായത് എന്തോ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ നമ്മൾ കൊടുത്തു, എന്നിട്ട് അതിനകത്തുള്ള അത്രയും റോസിനെ, അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസിനെ നമ്മൾ ചൂസ് ചെയ്യും, ഔട്ട്പുട്ടായിട്ട് അത് കിട്ടുകയും ചെയ്യും. സിഗ്മ സിമ്പിൾ ഡിനോട്ടേറ്റ്. സിഗ്മ എന്ന് പറഞ്ഞ സിമ്പിളാണ് നമ്മൾ സെലക്ഷൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് യൂസ്ഡ് ആസ് എൻ എക്സ്പ്രഷൻ ടു ചൂസ് ടപ്പിൾസ് വിച്ച് മീറ്റ് ദ സെലക്ഷൻ കണ്ടീഷൻ. ഞാൻ പറഞ്ഞു, സെലക്ഷൻ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നവരെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെലക്ട് ഓപ്പറേഷൻ സെലക്ട് ടപ്പിൾസ് ദാറ്റ് സാറ്റിസ്ഫൈ എ ഗിവൺ പ്രെഡിക്കേറ്റ്. അതായത് നമ്മളിവിടെ എന്താണോ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത് അതിന് സാറ്റിസ്ഫൈ ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ഷൻ ഓപ്പറേഷനിലൂടെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്, ഒരു എംപ്ലോയി ടേബിൾ ഉണ്ട്, അതിനകത്ത് ടപ്പിൾസിനെ നമ്മൾ ചൂസ് ചെയ്യാണ്. അതിന് 30,000 അതിൻ്റെ സാലറി, അതായത് സാലറി 30,000-ന് മേലെയുള്ളവർ, അവരെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ എന്തോ ഒരു കണ്ടീഷൻ കൊടുത്തു, അതായത് ഇത്ര ആളുകൾ, എത്ര സാലറി ഉള്ളവർ, അതിനേക്കാൾ കൂടുതലുള്ളവരെ നമ്മൾ ചൂസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ്റിൻ്റെ കേസ് പറയുമ്പോൾ എങ്ങനെയാണ്, ഇത്ര സ്റ്റുഡൻസ് അതിനകത്ത് 50 അബവ് മാർക്കുള്ളവരെ ചൂസ് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് ഇതേ മെത്തേഡ് യൂസ് ചെയ്യാം, ഈ സെലക്ഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്യാം. സോറി കേട്ടോ, കോളേജിലാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഡിസ്കംഫർട്ട് എനിക്ക് തന്നെ ഉണ്ട്. നമുക്ക് റൂമിലിരുന്ന് പറയുന്ന പോലെ അല്ലല്ലോ, ഇങ്ങനെ ഓരോ സൗണ്ടുകൾ കേട്ടിട്ട് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്കും ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഇനി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ അത് കേൾക്കുമ്പോഴേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞ പോലെ സെലക്ട് ചെയ്യുന്ന എന്താ വെച്ചാൽ എന്താണ്, ഇപ്പോൾ 30,000 ആണെങ്കിൽ അത് സാലറി അതിനേക്കാൾ കൂടുതലുള്ളവരെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇവിടെ കണ്ടോ, ഇത്രയും ആളുകൾ 5 പേര് കൊടുത്തിരുന്ന 2 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ.
അവർക്ക് എന്താണ് ഒരാൾക്ക് 45,000 ഒരാൾക്ക് 32,000 ബാക്കിയുള്ളവർക്ക് എന്താണ് 30നേക്കാൾ കുറവാണ് അല്ലെങ്കിൽ 30ആണ്. അപ്പോൾ അത് എബോ ഉള്ളവരെ മാത്രം കണ്ടീഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാലറി ഗ്രേറ്റർ ദാൻ 30 ആകുമ്പോൾ മാത്രമേ അവർ ചൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ സെലക്ഷൻ ഓപ്പറേഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ വലിയൊരു ടേബിളിൽ നിന്ന് ജസ്റ്റ് 2 പേരുടെ റോ മാത്രം ചൂസ് ചെയ്തതിനെയാണ് നമ്മൾ എന്താ പറയുക സെലക്ഷൻ ഓപ്പറേഷൻ എന്ന് പറയാം. അപ്പോൾ ശ്രദ്ധിക്കണം, ഇനി കൺഫ്യൂഷനൊന്നും വരരുത്. കാരണം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ റോസ് ആണ് ചൂസ് ചെയ്യുന്നത്. ഇനി വേറെ കേസിൽ നമ്മൾ കോളംസ് യൂസ് ചെയ്യുന്ന കേസുണ്ട്, അതുകൊണ്ട് അത് പ്രത്യേകം പറയുന്നത്. ഇവിടെ നമ്മൾ റോസ് ആണ് 2 പേരുടെ റോസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു, അതിനെയാണ് സെലക്ഷൻ ഓപ്പറേഷൻ എന്ന് പറയും. ഇനി പ്രൊജക്ഷൻ ഓപ്പറേഷൻ. ഇതിന് കണ്ടോ പൈയാണ് അതിൻ്റെ സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്ന പൈയാണ്. The projection eliminate all attributes of the input relation but those mentioned in the projection list. അതായത് പ്രൊജക്ഷൻ ലിസ്റ്റിൽ മെൻഷൻ ചെയ്തവരെ മാത്രമേ നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എലിമിനേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതായത് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ടപ്പിൾ എന്ന് പറഞ്ഞാൽ റോ ആയിരുന്നു, ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ കോളംസ്. The projection method define a relation that contain a vertical subset of relation. ഈ ഒരു സബ്സെറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ടേബിളിൻ്റെ വെർട്ടിക്കൽ സബ്സെറ്റാണ് നമ്മളിവിടെ എടുക്കുന്നത്. മറ്റൊരു എന്തായിരുന്നു ഹൊറിസോണ്ടൽ ആയിരുന്നു, അതായത് റോ ആയിരുന്നു. ഇവിടെ ആകുമ്പോൾ എങ്ങനെയാണ് കോളമാണ് എടുക്കുന്നത്. This help to extract the values of specified attributes to eliminate the duplicate values. ഇങ്ങനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്പെസിഫൈഡ് ആട്രിബ്യൂട്ട്സിനെ കിട്ടും, അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. ദ സിമ്പിൾ യൂസ് ടു ചൂസ് ആട്രിബ്യൂട്ട്സ് ഫ്രം എ റിലേഷൻ ഈസ് പൈ. അതായത് നമ്മളിവിടെ പൈ എന്ന സിമ്പിളാണ് ഇതിനു വേണ്ടി ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം ഒരു റിലേഷൻ ആൽജിബ്ര യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇവിടെ നമ്മൾ സിഗ്മ യൂസ് ചെയ്തില്ലേ ഈ കണ്ടീഷനിൽ, അതേപോലെ നിങ്ങൾ പൈ യൂസ് ചെയ്യണം കേട്ടോ. അത് നമ്മൾ പിന്നെ പ്രാക്ടിക്കലൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. This operation help you to keep specific column from a relation and discard other column. അതായത് ഇത്തരം പ്രൊജക്ഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കോളംസ് മാത്രം, അതായത് സ്പെസിഫിക് കോളംസ് മാത്രം എന്ത് ചെയ്യുക റിലേഷനകത്ത് അല്ലെങ്കിൽ ടേബിളിനകത്ത് നിന്ന് എടുക്കുക, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക ഡിസ്കാർഡ് ചെയ്യാം. അതിനാണ് പ്രൊജക്ഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് നമ്മളുടെ പ്രൊജക്ഷൻ്റെ ഒരു എക്സാമ്പിൾ. ഒരു ടേബിൾ വലുത് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന എന്താണ് എംപ്ലോയി ഐ ഡിയും സാലറിയും. അതായത് ഈ എംപ്ലോയീസിൻ്റെ ഐ ഡിയും പിന്നെ സാലറിയോ 2 കോളംസ് മാത്രം നമുക്ക് മതി. കണ്ടോ, അത് മാത്രം പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടില്ലേ, സോറി കേട്ടോ, കണ്ടോ എംപ്ലോയി ഐ ഡി സാലറി. അങ്ങനെ എടുക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുക പ്രൊജക്ഷൻ ഓപ്പറേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ സെലക്ഷനും പ്രൊജക്ഷനും തമ്മിലുള്ള മാറ്റം കണ്ടില്ലേ. നിങ്ങളൊന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. ഇത് രണ്ടിൻ്റെയും കൂടി എക്സാമ്പിൾ ജസ്റ്റ് കമ്പൈൻ ചെയ്ത് കൊടുത്താണ്. പേഴ്സൺ പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ ഉണ്ട്, അതിനകത്ത് നമ്മൾ ആദ്യം സെലക്ഷൻ ചെയ്തു സിഗ്മ ഹോബി സ്റ്റാമ്പ്, അതായത് ഹോബി സ്റ്റാമ്പായ ആൾക്കാരെയാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. പിന്നത്തെ കേസിൽ പൈ നെയിം ഹോബി, അതായത് ഈ ടീമിലുള്ള ആളുകളുടെ നെയിമും അവരുടെ ഹോബിയും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചാൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ കഴിയും എന്താണ് എവിടെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഒന്ന് അവരുടെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് നമ്മൾ റോസ് ആണ് ചൂസ് ചെയ്യുന്നത്, മറ്റേത് അവരെന്താണോ പറയുന്നത് ആ കോളംസാണ് ചൂസ് ചെയ്യുന്നത്. ഇനി യൂണിയൻ ഓപ്പറേറ്റർ. യൂണിയൻ ഈസ് സിംബോളൈസ്ഡ് ബൈ യു സിമ്പിൾ. ഇവിടെ നമ്മളിങ്ങനെ ഒരു യു എന്ന് പോലെയുള്ള സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ടപ്പിൾസ് ദാറ്റ് ആർ ഇൻ ടേബിൾ എ ഓർ ഇൻ ബി. അതായത് എയിലോ ബിയിലോ ഉള്ള എല്ലാ ടപ്പിൾസിനെയും നമ്മൾ ഈ ടേബിളിനകത്ത് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ പറഞ്ഞ സെലക്ഷനും പ്രൊജക്ഷനും ഇല്ലേ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ സെലക്ഷൻ കണ്ട ഒറ്റ ടേബിളിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനെ നമ്മൾ യൂണറി ഓപ്പറേറ്റർ എന്നാണ് പറയുക. അതായത് സെലക്ഷൻ യൂണറി ഓപ്പറേറ്ററാണ്, പ്രൊജക്ഷനും യൂണറി ഓപ്പറേറ്റർ. കാരണം അത് രണ്ടും ഒറ്റ ടേബിളിലല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സെലക്ഷൻ, പ്രൊജക്ഷൻ, പിന്നെ റീനെയിം പറഞ്ഞൊരു ഓപ്പറേഷൻ, അത് 3 യൂണറി ഓപ്പറേറ്റേഴ്സാണ്. പിന്നെ വരുന്നത് നമ്മളുടെ ഏതാ കേസ് ഈ യൂണിയൻ ഇൻ്റർസെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പോകുന്ന കൺസെപ്റ്റുകളൊക്കെ ബൈനറിയാണ്. അതായത് എന്താണ് 2 ടേബിൾ വെച്ചാണ് ചെയ്യുക. കണ്ടോ ഇവിടെ കണ്ടോ, ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ടപ്പിൾസ് ദാറ്റ് ആർ ഇൻ ടേബിൾസ് എ ഓർ ഇൻ ബി. അതായത് എ പറഞ്ഞ ടേബിളുണ്ട്, ബി പറഞ്ഞ ടേബിളുണ്ട്. ഒന്നെങ്കിൽ എയിൽ വേണം അല്ലെങ്കിൽ ബിയിൽ വേണം, ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും യൂണിയൻ ആക്കിയിട്ട് കൊടുക്കും. ഇറ്റ് ഓൾസോ എലിമിനേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ടപ്പിൾസ്. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യും, അല്ലാത്തവരെയൊക്കെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. സോ സെറ്റ് എ യൂണിയൻ സെറ്റ് ബി would be expressed as the result A union B. For union operation to be valid, the following condition must hold. R and S must be the same number of attributes. അതായത് ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്താണ് ആറും എസും ആട്രിബ്യൂട്ട്സിൻ്റെ നമ്പർ സെയിം ആയിരിക്കും. കാരണം രണ്ടിടത്തും ഒരേപോലെ ആണെങ്കിലല്ലേ നമുക്ക് ഒരുമിച്ച് എഴുതാൻ പറ്റുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആട്രിബ്യൂട്ട് ഡൊമൈൻസ് നീഡ് ടു ബി കമ്പാറ്റബിൾ. നമ്മുടെ എന്താണ് ആട്രിബ്യൂട്ട് ഡൊമൈൻ കമ്പാറ്റബിൾ ആയിരിക്കണം, അതായത് രണ്ടും സിമിലർ ആയിരിക്കണം. അതായത് ഇവിടെ ഐ ഡി ആണെങ്കിൽ അവിടെ ഐ ഡി ആവണം, അല്ലാതെ ഇവിടെ ഐ ഡി ഉള്ളടത്ത് അവിടെ നെയിമായ മാച്ച് ആവില്ലല്ലോ, ഡാറ്റ ടൈപ്പ് തന്നെ മാറിയില്ലേ. ഡ്യൂപ്ലിക്കേറ്റ് ടപ്പിൾസ് ഷുഡ് ബി ഓട്ടോമാറ്റിക്കലി റിമൂവ്ഡ്. അതായത് ഇതിനകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് ടപ്പിൾസ് ഉണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി റിമൂവ്ഡ് ആയിരിക്കണം. യൂണിയൻ്റെ ഒരു എക്സാമ്പിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എനിക്കൊണ്ട് ഇതിനേക്കാൾ സിമ്പിൾ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ടേബിൾ നെയിമൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പോൾ വേണമെങ്കിൽ അത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പറയട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അത് മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിനേക്കാൾ ഒന്നുകൂടി സിമ്പിളിൽ കിട്ടിയപ്പോൾ ഞാൻ അതും കൂടെ ആഡ് ചെയ്തേ ഉള്ളൂ.
ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു ടേബിൾ ഉണ്ട്, വേറൊരു ടേബിൾ ഉണ്ട്. അപ്പോൾ ഇത് ബൈനറി ഓപ്പറേഷൻ ആട്ടോ, കാരണം 2 ടേബിളിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് 1 ജാക്ക് ഇവിടെ കൊടുത്തു, നെക്സ്റ്റ് 2 ഹാരി അതിവിടെ കൊടുത്തു, 3 ആരാണ്, ജാക്സൺ. പക്ഷേ ഈ ടേബിളും 3 ജാക്സൺ. അപ്പോൾ 2 പേരെയും കൂടെ ആയിട്ട് എന്ത് ചെയ്തു, ഡ്യൂപ്ലിക്കേഷൻ എലിമിനേറ്റ് ചെയ്ത് ഒരാളെ കൊടുത്തു. പിന്നെ 4 എന്താണ്, സ്റ്റീഫൻ അത് കൊടുത്തു. 5 എന്താണ്, ഡേവിഡ് അതും കൊടുത്തു. അതായത് ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളതാണ് യൂണിയൻ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ്, അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. ഇനി ഇൻ്റർസെക്ഷൻ ഓപ്പറേറ്റർ. ആൻഡ് ഇൻ്റർസെക്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ സിമ്പിൾ ലൈക്ക് ദിസ്. ഈ സിമ്പിൾ പോലെയാണ്. ഫോർ എക്സാമ്പിൾ, എ ഇൻ്റർസെക്ഷൻ ബി, ഇറ്റ് ഡിഫൈൻസ് എ റിലേഷൻ കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ ടപ്പിൾസ് ദാറ്റ് ആർ ഇൻ ബോത്ത് എ ആൻഡ് ബി. ഹൗവർ എ ആൻഡ് ബി മസ്റ്റ് ബി യൂണിയൻ കമ്പാറ്റബിൾ. അതായത് ഇതിനകത്ത് മറ്റൊരു നമ്മൾ എ ഓർ ബി എന്നാണ് പറഞ്ഞത്. അതായത് എയിലും ബിയിലും ഉള്ളത് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, എ ആൻഡ് ബി ആണ്. അതായത് എയിലും വേണം ബിയിലും വേണം. അങ്ങനത്തെ മാത്രമേ നമ്മൾ ഇൻ്റർസെക്ഷൻ ചെയ്യുള്ളൂ. അതേപോലെ കമ്പാറ്റബിളും ആയിരിക്കണം. കാരണം എന്താണ്, ഐഡിയ ആണെങ്കിൽ അവിടെ ഐഡിയ ആണ്, നെയിം ആണെങ്കിൽ അവിടെ നെയിമാണ്. കാരണം സെയിം ടൈപ്പ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മെർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ മറ്റേ എക്സാമ്പിൾ തന്നെ പറയുന്നത്, ഞാൻ അത് വെച്ച് പോയതാണ്. പിന്നെ അത് മാറ്റി നിങ്ങളപ്പോൾ എഴുതുമ്പോൾ ഇത് എഴുതിയാൽ മതി കേട്ടോ. രണ്ടും കൂടെ എഴുതിയാൽ കുറേ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഇവിടെ ഒരു ടേബിൾ, ഇവിടെ ഒരു ടേബിൾ, ഇത് നോക്കി ഇതിനകത്തില്ല, നെക്സ്റ്റ് നോക്കി ഇതിനകത്തില്ല, നെക്സ്റ്റ് നോക്കി ഇതിനകത്തുണ്ട്. അപ്പോൾ അതും ഇതിനകത്തുണ്ടല്ലോ. അപ്പോൾ രണ്ടിടത്തുള്ള ഐറ്റംസ് മാത്രമേ നമ്മളിവിടെ ഇൻ്റർസെക്ഷൻ ചെയ്യുള്ളൂ. അപ്പോൾ 3 ജാക്സൺ അത് മാത്രമേ നമുക്കിവിടെ ഇൻ്റർസെക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊന്നും പിന്നെ നോക്കുമ്പോൾ ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ പ്രത്യേകത. ഇത് എനിക്ക് തോന്നുന്നു മാത്സിൽ പണ്ട് +2 പഠിച്ചിട്ടുണ്ടാവും. ഇൻ്റർസെക്ഷനും യൂണിയനൊക്കെ സെറ്റ് എന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നല്ലോ പണ്ടൊക്കെ. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന് ലോജിക്കലിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് വരുമ്പോൾ നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്യൂലേ, ഒന്ന് എടുത്തിട്ട് മറ്റേൻ്റെ ഫസ്റ്റുമായിട്ട് പിന്നെ സെക്കൻഡുമായിട്ടൊക്കെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കില്ല. അതേപോലെയാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യുക. ക്രോസ് കണ്ടല്ലോ, ക്രോസ് കണ്ടാൽ തന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിളാണല്ലോ. ദിസ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഈസ് ഹെൽപ്ഫുൾ ടു മെർജ് കോളംസ് ഫ്രം 2 റിലേഷൻസ്. അതായത് 2 റിലേഷൻസിലുള്ള കോളംസിനെ മെർജ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ജനറലി എ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഈസ് നെവർ എ മീനിങ് ഫുൾ ഓപ്പറേഷൻ വെൻ ഇറ്റ് പെർഫോം എലോൺ. അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ മീനിങ് ഇല്ല, അതായത് ഇതൊരു ബൈനറി ഓപ്പറേഷനാണ്. ഹവർ ഇറ്റ് ബിക്കം മീനിങ് ഫുൾ വെൻ ഇറ്റ് ഫോളോഡ് ബൈ അതർ ഓപ്പറേഷൻസ്. അതായത് വേറെ ഒന്നായിട്ട് ഫോളോ ചെയ്തിട്ടൊക്കെ വരുമ്പോൾ ഇതൊന്നുകൂടെ മീനിങ് ഫുൾ ആവും. അത് അപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ വരുന്നത്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷൻ ഡിനോട്ടഡ് ബൈ എക്സ് അല്ലെങ്കിൽ ക്രോസ്. കണ്ടോ, ഇവിടെ സ്റ്റുഡൻറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ, പിന്നെ ഇൻസ്ട്രക്ടറാണോ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാർട്ടീഷ്യൻ ചെയ്യാം കേട്ടോ. സ്റ്റുഡൻറ്റ് ക്രോസ് ഇൻസ്ട്രക്ടറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തുള്ള റോൾ നമ്പർ നെയിം കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം, നമ്മൾ മറ്റേലൊക്കെ എങ്ങനെയായിരുന്നു, ഇവിടെ എന്തായിരുന്നു ആട്രിബ്യൂട്ട് കൊടുത്ത് അതേ ആട്രിബ്യൂട്ടല്ല ഇവിടെ വരിക. ഇവിടെ എന്താ കൊടുത്ത് അതന്നെയല്ല ഇവിടെ വരിക. പക്ഷേ ഇവിടെ കണ്ടോ, 2 സെപ്പറേറ്റാണ് കൊടുത്ത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, ഇത് രണ്ടും കൂടെ മെർജ് ചെയ്യുമ്പോൾ എന്തായാലും മൊത്തം വേണ്ടി വരും. ഈ കണ്ട ആട്രിബ്യൂട്ട്സ് ഒക്കെ വേണ്ടി വരും, എന്നാലേ നമുക്ക് മെർജ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളത് പോലെയുള്ള ഈക്വാലിറ്റി അല്ലെങ്കിൽ രണ്ടും സെയിം ഒന്നും അല്ല, ടൈപ്പ് ഒക്കെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മളെല്ലാം കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 1 ബീനെ കൊടുത്തു, പിന്നെ ഇവിടെ ഉള്ള 1 ഷംന സയൻസ് കൊടുത്തു. അതായത് ഇത് കൊടുത്തിട്ട് ഇത് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഇതുമാണ് ചെയ്യാൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ആദ്യം ഇതും ചെയ്യും, പിന്നെ ഇത് നെക്സ്റ്റും ചെയ്യും, പിന്നെ ഒന്നുണ്ടെങ്കിൽ അതും ചെയ്യും, പിന്നെ സെക്കൻഡിലേക്ക് വരും, ഇങ്ങോട്ട് നെക്സ്റ്റ് ഇങ്ങനെ ചെയ്യും അല്ലേ, അങ്ങനെയല്ലേ ചെയ്യുക. അതേ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ് പോലെ ചെയ്യുക. 1 ബീന, പിന്നെ 1 ഷംന സയൻസ്, പിന്നെ എന്താണ് 1 ബീന 2 അഞ്ജലി മാത്സ്. ഇനി അടുത്ത ആൾ പോട്ടോ, സെക്കൻഡ് 2 റാമു 1 ഷംന സയൻസ്, 2 റാമു 2 അഞ്ജലി മാത്സ്. ഓക്കെ, ഇനി എന്താണ് 3 ശില്പ 1 ഷംന സയൻസ്, 3 ശില്പ 2 അഞ്ജലി മാത്സ് അല്ലേ. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യില്ലേ ഡെസിമലിൽ, അതേപോലെ തന്നെ കാർട്ടീഷ്യൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ രണ്ടിങ്ങനെ എക്സാമ്പിളൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. റിലേഷൻ ആൾജിബ്ര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ ജോയിൻ ഓപ്പറേഷൻ, ഇതും ഒരു ബൈനറി ഓപ്പറേഷനാണ്. ഇത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, 2 ടേബിൾ തമ്മിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ഓപ്പറേഷൻ ഈസ് എസെൻഷ്യലി എ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഫോളോഡ് ബൈ സെലക്ഷൻ ക്രിട്ടേറിയൻ. അതായത് സെലക്ഷൻ പ്ലസ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റാണ് നമ്മുടെ ജോയിൻ ഓപ്പറേഷൻ. Join operation denoted by this type of infinity symbol. Join operation are also allows joining variously related tuple from different relation. 2 ഡിഫറെൻറ്റ് റിലേഷൻസ്, അതായത് ഡിഫറെൻറ്റ് ടേബിളിനകത്ത് വേരിയസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ കഴിയും. പക്ഷേ പല ടൈപ്സ് ഓഫ് ജോയിൻ മെത്തേഡുകളുണ്ട്. ഒന്നെന്താണ് ഇന്നർ ജോയിൻ ഉണ്ട്, അതിനകത്ത് തീറ്റ ജോയിൻ ഉണ്ട്, ഇക്വി ജോയിൻ ഉണ്ട്, നാച്ചുറൽ ജോയിൻ ഉണ്ട്. അതായത് തീറ്റ ജോയിൻ എന്നാൽ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് എന്തെങ്കിലും കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്നതിനാണ് തീറ്റ ജോയിൻ ആണ്. ഇക്വി ജോയിൻ എന്നാൽ ഈക്വലൻസി ചെക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. നാച്ചുറൽ ജോയിൻ എന്നാൽ നോർമൽ ജോയിനിങ് ആണ്. പിന്നെ ഔട്ടർ ജോയിനിങ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഔട്ടർ ജോയിനിങ് ഉണ്ട്, അതേപോലെ റൈറ്റ് ഔട്ടർ ജോയിനിങ് ഉണ്ട്, ഫുൾ ഔട്ടർ ജോയിൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പണ്ട് ഞാൻ പറഞ്ഞല്ലോ സെറ്റിലൊക്കെ പഠിച്ചിരുന്നു, 2 എ ബി പറഞ്ഞ 2 റൗണ്ട് വരച്ചാൽ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗമായിരിക്കും അതിൻ്റെ ഇന്നർ ജോയിൻ എന്ന് പറയുന്നത്. അതായത് അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയും, റൈറ്റ് ആകുമ്പോൾ റൈറ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയും. ഫുൾ ഔട്ട് മാത്രം, അതായത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യാത്ത ഓർ കേസ് എടുക്കുമ്പോൾ
അത് ഫുൾ ഔട്ടർ ജോയിൻ എന്നും പറയും. അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലാണ് ജോയിനിങ് പറയുക കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഒരു ഫിഗർ ഇതിനകത്തില്ലല്ലേ, ഏതായാലും ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ ജനറലി ജോയിൻ ഓപ്പറേഷൻ ജസ്റ്റ് എന്ത് പറയുന്നത്, ഇതിനകത്തുള്ള ടേബിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേബിളുണ്ട്, ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേബിളുണ്ട്. ഓക്കെ, അപ്പോൾ കോളം എയും കോളം ബിയും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജോയിനിങ് ചെയ്യാൻ പോകുന്നത് എ കോളം എ ഈക്വൽ ടു ബി കോളം എ. അതായത് കോളം എ എന്ന ടേബിളിലുള്ള കോളം എയും ബി എന്ന ടേബിളിലുള്ള കോളം എയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം. ഈക്വൽ ആയവരുണ്ടെങ്കിൽ അവരെ വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ജോയിൻ ചെയ്യുക, കാർട്ടീഷ്യൻ പ്ലസ് സെലക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ ഓക്കെ ആയവരെ പിടിച്ചിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവരാൻ. ഫസ്റ്റ് ആരൊക്കെയാണ് ഓക്കെ, എ ഉണ്ട് ഇവിടെ, ഇവിടെയും എ ഉണ്ട്. അപ്പോൾ രണ്ടും ഈക്വലാണ്. അപ്പോൾ അത് എഴുതാം A1 കണ്ടോ, ഇവിടെ A1 ആണ്, ഇവിടെ A1 അത് കൊടുത്തു. നെക്സ്റ്റ് ബി ഉണ്ടോ ഈക്വൽ, ഇല്ല. സി ഉണ്ടോ ഈക്വൽ, ഇല്ല. ഡി ഉണ്ട്, അപ്പോൾ ഡി ഇവിടെ ഉണ്ട്, താഴെയുണ്ട്. അപ്പോൾ ഡി ഉണ്ട് ഈക്വലാണ്. അപ്പോൾ D3 രണ്ടും സെയിം ആയിട്ട് കൊടുത്തു. സംഭവം ഇവിടെ സെയിം ആയിട്ട് വന്നിട്ടുണ്ട് ഇതുവരെ, പക്ഷേ നമ്മൾ ആക്ച്വലി കോളം എ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ എഫ് ഉണ്ടോ നോക്കി, ഇല്ല. പിന്നെ ഇ ഉണ്ട്, അപ്പോൾ E5 E4 കണ്ടോ, E5 E4. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ കോളം എയും മാത്രമാണ് ഈക്വൽ ആണോ നോക്കുന്നത്, അല്ലാതെ ഇവർ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ നെക്സ്റ്റ് ഒരു ജോയിൻ മെത്തേഡ് നോക്കുമ്പോൾ എ കോളം ബി ഈക്വൽ ടു ബി കോളം ബി ആണ്. അതിനകത്ത് നോക്കുമ്പോൾ എന്താണ്, ഇതിനകത്തുള്ള കോളം ബിയും ഇതിനകത്തുള്ള കോളം ബിയും ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ്, 1 ഉണ്ടോ, യെസ് 1 ഉണ്ട്, രണ്ടിടത്തും 1 ഉണ്ട്. അപ്പോൾ എന്താ A1 ആണ് നമ്മൾ കൊടുത്തു. നെക്സ്റ്റ് 2 ഉണ്ടോ ചെക്ക് ചെയ്തു, 2 ഉണ്ട്. അപ്പോൾ എന്താണ് B2 C2 കണ്ടോ. അപ്പോൾ ഇതും ഈക്വലാണ്, ബിയും സിയും ഈക്വലാണ്. നമ്മൾ നോക്കിയിട്ടില്ല, ഈ കോളം ബി മാത്രമേ നോക്കിയുള്ളൂ. 2 കണ്ടു, അപ്പോൾ B2 C2 ആണ്. നെക്സ്റ്റ് 3 ഉണ്ടോ നോക്കി, ഉണ്ടോ, യെസ് ഡി ഉണ്ട്, D3 അത് ഓക്കെയാണ്. പിന്നെ നെക്സ്റ്റ് ഏതാ, 4 ഉണ്ടോ നോക്കി, യെസ് 4 ഉണ്ട്. 4 എന്താണ്, F4 E4 കണ്ടോ, F4 E4. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കോളം ബി മാത്രമേ നമ്മൾ അവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, കോളം എ കൺസിഡർ ചെയ്തില്ല. അപ്പോൾ ജോയിനിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, കാർട്ടീഷ്യൻ പ്ലസ് സെലക്ഷൻ ഓപ്പറേഷനാണ് നമ്മളുടെ ജോയിൻ ഓപ്പറേഷൻ. ഓക്കെ, ഇനി സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ is denoted by minus. For r minus s, the set difference operation define a relation consisting of tuples that are in relation or but not in s. അതായത് നമ്മൾ സെറ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ r മൈനസ് എസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഈ പറയുന്ന ടപ്പിൾ ആറിൽ വേണം, പക്ഷേ എസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ടപ്പിളിനെ നമ്മൾ ചൂസ് ചെയ്യുക. ഇനി നമ്മൾ എസ് മൈനസ് ആർ ആണ് ചെയ്യണമെങ്കിലോ, എസ്സിൽ ഉണ്ടാവണം, പക്ഷേ ആറിൽ ഉണ്ടാകാൻ പാടില്ല. അതായത് ഫസ്റ്റ് ഏതാ കൊടുക്കുന്നത് അതിൽ വേണം, മറ്റിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാം, 1 ജാക്ക് 6ലുണ്ട്, അതായത് ഫസ്റ്റുള്ള ടേബിളിലുണ്ട്, പക്ഷേ ഇതിനകത്തില്ല. അപ്പോൾ നമ്മളത് കൊടുത്തു. നെക്സ്റ്റോ 2 ഹാരി ഇതിനകത്തുണ്ട്, ഇതിനകത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, അതും കൊടുത്തു. പിന്നെ നമ്മൾ നെക്സ്റ്റ് 3 ജാക്സ് ഇതിനകത്തുണ്ട്, ഇതിനകത്തില്ല. അപ്പോൾ അത് കൊടുക്കില്ല, കാരണം എന്താണ്, അല്ല ഇതിനകത്ത് രണ്ടിലുണ്ട്, അപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അതായത് ഇതിൽ വേണം, ഇതിലുണ്ടാകാൻ പാടില്ല. അങ്ങനത്താണ് സെറ്റ് ഡിഫറൻസിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലുണ്ട്, അപ്പോൾ കൊടുക്കാൻ പറ്റില്ല. പിന്നെ 4ഉം 5ഉം ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ പിന്നെ ഒന്നുമില്ലല്ലോ, ഇവിടെ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് കിടക്കുന്നത്. അതായത് ഇതിലുണ്ടെങ്കിൽ നമ്മളിത് കമ്പയർ ചെയ്യുള്ളൂ. ഓക്കെ, അത്രയാണ് സെറ്റ് ഡിഫറൻസിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ആൻസർ, ഔട്ട്പുട്ടാണ് അങ്ങനെ കിട്ടുക. ID നെയിം 1 ജാക്ക് 2 ഹാരി. അപ്പോൾ ഇത്രയാണ് റിലേഷണൽ ആൽജിബ്ര ഉള്ളത്. അപ്പോൾ കൺസെപ്റ്റുകളൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കുക, വെരി ഇൻട്രസ്റ്റിംഗ് ആണ്, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, സജഷൻസ് എന്തുണ്ടെങ്കിലും പറയാം, അതിനൊക്കെയുള്ള ഫ്രീഡം നമ്മൾ തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.